വെൽക്കം ടു വെൽ ഫോക്കസ്. അപ്പോൾ നമ്മൾ ഇന്നലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന കുറച്ച് ഐറ്റംസ് പറഞ്ഞു. ബാക്കി വരുന്ന ഐറ്റംസ് ഇന്ന് പറയാം. കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ഇന്ന് ചെയ്യാം. അപ്പോഴാണ് നമുക്ക് തിയറി എത്ര പഠിച്ചിട്ടും കാര്യമില്ല, അതിൻ്റെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള പ്രോബ്ലംസിലൂടെ കടന്നു പോകുമ്പോഴാണ് അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ കിട്ടുന്നത്. ഓക്കെ ദെൻ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി ആണ്. എക്സ്പെൻഡിച്ചർ അണ്ടർ ദിസ് ഹെഡിങ് കൺസിസ്റ്റ് ഓഫ് പേയ്മെൻറ്റ്സ് ഫോർ ദി payments for paper, envelopes, invoices, statement, account book, etc. It often includes the cost of catalog, samples, etc. Losses of this nature are debited to profit and loss account. പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഇവിടെ നമുക്ക് പേപ്പർ, എൻവെൽപ്പ്, ഇൻവോയ്സ് അതുപോലത്തെ സ്റ്റേഷനറി അല്ലേ ആൻഡ് പ്രിൻറ്റിംഗ് ഐറ്റംസ് വാങ്ങുന്നതിന് ചിലവാകുന്ന പൈസയാണ്. അതൊരു എക്സ്പെൻസ് ആൻഡ് എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ കേസ് നോക്കുമ്പോൾ പ്രോഫിറ്റ് ആണോ അല്ല ലോസ് ആണല്ലേ. അപ്പോൾ ഈ ലോസ് നാച്ചേഴ്സ് അവിടെ നമ്മൾ ചെയ്യും ഡെബിറ്റ് ചെയ്യാണ് ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും റെക്കോർഡ് ചെയ്യും. ദെൻ നെക്സ്റ്റ് വരുന്നത് അഡ്വർടൈസിങ്. മോസ്റ്റ് ബിസിനസ് എൻക്വയർ expenditure under this heading and many owe their success almost entirely to it. Sometimes contract are entered into paid for period of years in order to obtain cheaper rate. അപ്പോൾ നമ്മളെല്ലാ ബിസിനസ്സും അഡ്വർടൈസിങ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എന്താണ് ഈ ഒരു ഹെഡിലാണ് മെയിനായിട്ട് ഇവർ നല്ലൊരു എക്സ്പെൻഡിച്ചർ ഇവർ എടുക്കും. അപ്പോൾ കാരണം ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് മൂലമാണ് നമുക്ക് ഭയങ്കര സക്സസ് നമ്മൾ ബിസിനസ്സിലോട്ട് നമുക്കറിയാമല്ലോ. ഒരു ആഡ് ഹിറ്റായി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മളെ ബിസിനസ് അത്രയും പ്രൊമോട്ടാവും. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഈ അഡ്വർടൈസ്മെൻറ്റ് കോൺട്രാക്റ്റ് ഒരു പീരീഡ് ഓഫ് ഇയേഴ്സിന് നമ്മൾ എൻറ്റർ ചെയ്യും. അതായത് ചീപ്പർ റേറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പീരീഡ് ഓഫ് ഇയേഴ്സിന് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യും. നമ്മൾ എന്ന് പറയുന്നത് ബിസിനസ്സാണ്, നമ്മുടെ ബിസിനസ്സിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ സച്ച് മണി ഈസ് ദെൻ ഡെബിറ്റഡ് ടു അഡ്വർടൈസിങ് സസ്പെൻസ് അക്കൗണ്ട്. അങ്ങനത്തെ ആ ഒരു എമൗണ്ട് നമ്മൾ അഡ്വർടൈസിങ് സസ്പെൻസ് അക്കൗണ്ടിലോട്ട് ഡെബിറ്റ് ചെയ്യും. ആൻഡ് റിട്ടേൺ ഓഫ് പ്രൊപ്പോർഷണൽ ഈച്ച് ഇയറിൽ നമ്മൾ എന്ത് ചെയ്യും ആ ഒരു പ്രൊപ്പോർഷണറ്റ് എമൗണ്ട് എന്ത് ചെയ്യും ഡെബിറ്റ് ചെയ്ത് കളയും. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ലോസ് നാച്ചുറൽ ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യാമല്ലോ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും അഡ്വർടൈസിങ്ങിൻ്റെ ഓരോ ഇയറും റൈറ്റ് ഓഫ് ചെയ്തിട്ട് അങ്ങനെ ഒരു പീരിയഡ് ഓഫ് ഇയേഴ്സിലായിരിക്കും അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യും മൊത്തമായി റൈറ്റ് ഓഫ് ചെയ്യും. അല്ല ഒരു ആ ഒരു ഇയറിന് വേണ്ടി മാത്രമാണെങ്കിൽ ആ ഇയറിൻ്റെ അങ്ങനെ ഫുള്ളായി റൈറ്റ് ഓഫ് ചെയ്ത് കളയും. ഓക്കെ, റിപ്പയേഴ്സ് നമുക്കൊരു ബിസിനസ്സിൽ എന്താണ് ഡെഫിനറ്റ്ലി വരുന്ന ഒന്നാണ് റിപ്പയേഴ്സ് എന്ന് പറയുന്നത്. റിപ്പയേഴ്സ് ആൻഡ് സ്മോൾ റിന്യൂവൽസ് ഓർ റീപ്ലേസ്മെൻറ്റ്സ് റിലേറ്റഡ് ടു പ്രിമൈസസ് ടു ദ പ്ലാന്റ് ആൻഡ് മെഷീനറി ടു ദ ഫിക്ചേഴ്സ്, ഫിറ്റിംഗ്സ്, യൂട്ടൻസിൽസ് എക്സെട്ര are generally incurred under this heading and such expenditure being a loss is debited to profit or loss account. റിപ്പയേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്ന മെഷീനറീസിന് പ്ലാന്റ് ആൻഡ് മെഷീനറി ഫേർണിച്ചേഴ്സിന് ഒക്കെ എന്തെങ്കിലും റിപ്പയേഴ്സ് വരാം, റിന്യൂവൽ വരാം, റീപ്ലേസ്മെൻറ്റ് വരാം. ഇതൊരു ലോസ് നാച്ചുറാണ്. നമ്മൾ ഈ ഓരോ അക്കൗണ്ടിനും പ്രത്യേക കാരണമാണ്. അത് എവിടെ എന്ത് ചെയ്യും മനസ്സിലാക്കാൻ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇവിടെ നമ്മൾ രണ്ട് രീതിയിലാണ് കാര്യം കാണുക, പ്രോഫിറ്റ് ആൻഡ് ലോസ്. റിപ്പയേഴ്സ് എന്നാൽ നമുക്ക് ലോസ് ആണ്. സോ ലോസ് വരും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക എന്നുള്ളതാണ്. ഇനി പോസ്റ്റേജ്, ടെലിഗ്രാം, ബിൽ സ്റ്റാമ്പ്സ് എക്സ്പെൻഡിച്ചർ ഓഫ് ദിസ് നാച്ചർ ഇസ് ലൈക്ക് അതർ ലോസസ് എ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ്. ബിൽ സ്റ്റാമ്പ് മീൻസ് ഓഫ് കോഴ്സ് സ്റ്റാമ്പ്സ് ഓൺ ബിൽസ് എക്സ്ചേഞ്ച്. അതായത് പോസ്റ്റേജ്, ടെലിഗ്രാം, ബിൽ സ്റ്റാമ്പ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് കാണിക്കും എന്ന് വെച്ചാൽ ലോസ്, അതായത് പ്രോഫിറ്റ് ലോസ് ഡെബിറ്റ് സൈഡിൽ കാണിക്കും. അപ്രൻറ്റിസ് പ്രീമിയം ദിസ് ഡിനോട്ട്സ് എ സം ഓഫ് മണി ഡിമാൻഡ് ഇൻ റിട്ടേൺ ഫോർ ടീച്ച് എ പേഴ്സൺ എനി പെർട്ടിക്കുലർ ട്രേഡ് പ്രൊഫഷൻ. ഒരു പേഴ്സണൽ പെർട്ടിക്കുലർ ട്രേഡോ പ്രൊഫഷനോ നമ്മൾ ബിസിനസ് നിർത്തി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിനോട് നമ്മൾ ഒരു സം ഓഫ് മണി ഡിമാൻഡ് അല്ലേ റിട്ടേൺ ഫോർ ടീച്ചിങ് എ പേഴ്സൺ പെർട്ടിക്കുലർ ട്രേഡ് പ്രൊഫഷൻ ബീയിങ് ഇൻകം ആണത്. It's credited to profit and loss account, but it's generally a portion. It's spread over the period of apprenticeship. അപ്രന്റീസ്ഷിപ്പിൻ്റെ പീരീഡിലേക്ക് അതെന്താ ചെയ്യും നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തില്ല അതുപോലെ തന്നെ സ്പ്രെഡ് ഓവർ ചെയ്യുക. ആ പീരീഡ് എത്രയാണോ അത്ര. ദിസ് പ്രീമിയം ഓഫ് 400 for 5 years would be transferred to profit and loss by annual installments of 80. അത് 5 ഇയേഴ്സിന് 1000 യൂറോ, അതിൽ യൂറോ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു 5 ഇയേഴ്സിന് നിങ്ങൾ വിചാരിക്കൂ 5 ഇയേഴ്സിന് 20,000 റുപ്പീസാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഇയർ നമ്മൾ എന്ത് കാണിക്കും 4,000 റുപ്പീസ് മാത്രം കാണിക്കും. അങ്ങനെ ഓക്കെ, അങ്ങനെ ഓരോ വർഷം കാണിച്ച് ആ ഒരു പീരീഡ് കഴിയുമ്പോഴത്തേന് എന്ത് ചെയ്യും ഫുള്ളായിട്ട് റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ത് കാണിക്കും ക്രെഡിറ്റ് സൈഡ് കാണിക്കും. ഹൗസ് കീപ്പിംഗ് എക്സ്പെൻസസ് ഏത് വന്നാലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇത്രയും
കണ്ട ഐറ്റം എന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി മെനി ബിസിനസ് സച്ച് ആസ് ഡ്രൈവേഴ്സ്, ഔട്ട്ഫിറ്റേഴ്സ് എക്സെട്ര ദ അസിസ്റ്റൻറ്റ് ലീവിങ് ദ എക്സ്പെൻസ് ഓഫ് ബോർഡിംഗ് ദം ഇസ് ദർഫോർ പ്രോപ്പർ ഡിസ്ചാർജ് എഗെയിൻ പ്രോഫിറ്റ്. അതും പ്രോഫിറ്റിനെതിരെ ചാർജ് ചെയ്യുന്നതാണ്. സോ എന്താണ് പ്രോഫിറ്റ് ഓൺ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ട്രാവലേഴ്സ് കമ്മീഷൻ എക്സ്പെൻസ് ഇൻ ദോസ് ബിസിനസ് വിച്ച് എംപ്ലോയ് നമ്പർ ഓഫ് ട്രാവലേഴ്സ് remunerated by means of commission and expense. Such expenditure generally forms separate item in itself. It's of course debited to profit or loss. ട്രാവലേഴ്സ് കമ്മീഷൻ എക്സ്പെൻസ് ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാവുന്നതിന് ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ എന്താണ് കമ്മീഷൻ ആൻഡ് എക്സ്പെൻസ് എന്ത് ചെയ്യും, നമ്മൾ ഡെബിറ്റ് ചെയ്യും. കാരണം അവർക്ക് കൊടുക്കുന്ന കമ്മീഷനാണ് നമ്മളതല്ലേ. അതുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസസ് ആണ്. എക്സ്പെൻസസ് എപ്പോഴും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കും. And traveling expense in some business which traveling is necessary either by the principals or travelers and sometimes subordinate official. ട്രാവലിങ് വരുമല്ലോ ചില ബിസിനസ്സിൽ വരും. സോ ഈ ട്രാവലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് എക്സ്പെൻസസിനാണ് ട്രാവലിംഗ് എക്സ്പെൻസസ് എന്ന് പറയുക. ഇതൊരു ഐറ്റം ഓഫ് എക്സ്പെൻസ് ആണ്. സോ ലൈക്ക് ഇത് ലോസസ് ഇതും എന്ത് ചെയ്യും, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ഡെബിറ്റ് ചെയ്യും. ഹൗസ് കീപ്പ് ഹൗസ് ആൻഡ് സ്റ്റേബിൾ എക്സ്പെൻസസ് വിത്ത് സം ഫേം ദിസ് ഇസ് ദ ഫെയർലി ലാർജ് ഐറ്റം ഓഫ് എക്സ്പെൻഡിച്ചർ ഓഫ് കോൺസ്റ്റൻറ്റ് റിക്കറൻസ് ആൻഡ് വാറന്റ് ദർഫോർ സെപ്പറേറ്റ് അക്കൗണ്ട്. ഹൗസ് കീപ്പ് കംപ്രൈസസ് വാട്ടർ, hay, straw, etc. and provender. So stable expenses include also wages of stable and such expenditure debited to profit and loss account. അല്ലേ, ഇതും ഒരു എക്സ്പെൻസ് ആണ്. ചില ഫെയിംസിന് കോൺസ്റ്റൻ്റായിട്ട് റിക്കർ ചെയ്യുന്ന ഒരു എന്താ പറയുക ലാർജ് ഓഫ് പാർട്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ആയിരിക്കും ഇത് വരുന്നത്. അത് അങ്ങനത്തെ ഒരു ബിസിനസ് നടത്തുന്ന സമയത്ത് നമുക്ക് വരില്ലേ, അങ്ങനെ പെർട്ടിക്കുലർ ബിസിനസ് നടത്തുന്ന സമയത്ത് വരുന്ന എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ എന്താണ്, ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്, അതായത് ലോസ് ആണ്. സോ നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ഏതിന് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ദെൻ ഓഫീസ് എക്സ്പെൻസ് ദിസ് ആർ ദ മിസ്ലേനിയസ് എക്സ്പെൻസ് പെർട്ടൈൻ ടു ദ ഓഫീസ് ആൻഡ് കൗണ്ടർ ടു വർക്ക്സ് എക്സ്പെൻസ് ദ ലേറ്റർ പ്ലേസ് ബീങ് ഡെസിഗ്നേറ്റഡ് ട്രേഡ് എക്സ്പെൻസ്. ഓഫീസ് അല്ലേ, ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മിസ്ലേനിയസ് എക്സ്പെൻസ് ആണ് ഓഫീസ് എക്സ്പെൻസ്. എന്താ പറയുക, ട്രേഡ് എക്സ്പെൻസ് എന്താണ്, വർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. The decision has been ignored and now is almost non-existent. Such an item is charge again profit. രണ്ടും എന്താണ്, പ്രോഫിറ്റിനെതിരെ ചാർജ് ചെയ്യുന്നതാണ്. കുറച്ച് വ്യത്യാസമുണ്ട് ഇത് തമ്മിൽ. ഓക്കെ, ട്രേഡ് എക്സ്പെൻസസ് ജനറലി സ്പീക്കിംഗ് ദീസ് ആർ എക്സ്പെൻസസ് for varied nature for which it is not worth opening separate account. They are therefore amalgamated under the above heading or under some other similar item, namely general expenses, petty expenses, sundry expenses. The original distinction between trade expenses and office expenses is trade expenses are debited to trading account. എന്താണ്, ട്രേഡ് എക്സ്പെൻസ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റിലോട്ട് ആണ് നമ്മൾ പോസ്റ്റ് ചെയ്യുക. ആൻഡ് ഓഫീസ് എക്സ്പെൻസസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റോടാണ് പോസ്റ്റ് ചെയ്യുക. ട്രേഡ് എക്സ്പെൻസസ് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ്. ദ ടൈം സിഗ്നിഫിങ് merely miscellaneous ബിസിനസ് എക്സ്പെൻസസ് ആൻഡ് നോട്ട് ട്രേഡിംഗ് എക്സ്പെൻസസ്. ചില ട്രേഡ് എക്സ്പെൻസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും. എന്ന് വെച്ചാൽ അത് മിസ്ലേനിയസ് ബിസിനസ് എക്സ്പെൻസസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ, അതായത് ഡയറക്ട്ലി നോട്ട് റിലേറ്റഡ് ടു ട്രേഡ് ആയിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിക്കും. പിന്നെ വരുന്നതാണ് ബാഡ് ഡെപ്റ്റ്. നമ്മൾ ഓൾറെഡി ഡെപ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെപ്റ്റേഴ്സ് നമ്മൾ അസറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് നമ്മൾ സെയിൽ ചെയ്യുന്നു, അതായത് നമ്മൾ ക്രെഡിറ്റിന് സെയിൽ ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമുക്കത് പിന്നെ ഒരു എമൗണ്ട് കിട്ടും. അപ്പോൾ ആ എമൗണ്ട് ഭാവിയിൽ കിട്ടാണ്ടെന്നാൽ എന്താണ്, നമുക്ക് കിട്ടുന്ന ഒരു അസറ്റായിട്ട് നമ്മൾ ഡെപ്റ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുന്നു. പക്ഷേ എല്ലാ കടവും നമുക്ക് തിരിച്ച് കിട്ടുമോ, ഇല്ല. കുറേ കിട്ടാക്കടങ്ങൾ വരില്ലേ, അങ്ങനെയുള്ളതാണ് നമ്മൾ ബാഡ് ഡെറ്റ് എന്ന് പറയുക. അതായത് ആ ഒരു എമൗണ്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ എന്താണ്, അത് നമുക്ക് നഷ്ടമാണ്. കിട്ടാക്കടം എന്നൊരു വാക്ക് നിങ്ങൾ മലയാളത്തിൽ കേട്ടില്ലേ, അതാണ് ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. എല്ലാ ഡെറ്റേഴ്സും നമുക്ക് ക്യാഷ് തിരിച്ച് തന്നോളണം എന്നില്ല, ചിലതെല്ലാം ബാഡ് ഡെപ്റ്റ്സ് ആയിട്ട് മാറും. This is a loss which unfortunately most business extend. However careful the management may be allowing credit to customers. നമ്മൾ ലോസസ് ഓഫ് ദിസ് നാച്ചർ ആൾസോ ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്ന ലോസ് ആണ്. ഇനി ബാഡ് ഡെറ്റ് റിട്ടേൺ ഓഫ് ദി സബ്സിക്വൻ്റ് റിക്കവേർഡ് ടു എനി അപ്രീഷ്യബിൾ എമൗണ്ട് ദേ ഷുഡ് നോട്ട് ബി ഡിഡക്റ്റഡ് ഫ്രം ബാഡ് ഡെറ്റ് ബട്ട് ഷുഡ് ബി സോൺ സെപ്പറേറ്റ്ലി ഓൺ ദി ക്രെഡിറ്റ് സൈഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബീങ് ഇൻകം ഓഫ് എക്സ്ട്രാ ഓർഡിനറി നാച്ചർ. ഇനി നമ്മളൊരു ബാഡ് ഡെറ്റ് റിട്ടേൺ ഓഫ് ചെയ്തു, അതായത് നമുക്ക് ഉറപ്പായി ആ ഒരു കടം ഇനി തിരിച്ച് കിട്ടാൻ പോകുന്നില്ല എന്ന് ഉറപ്പില്ല, നമ്മൾ എന്ത് ചെയ്തു, ബാഡ് ഡെറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ ഓഫ് ചെയ്തു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതിയിട്ട് റിട്ടേൺ ഓഫ് ചെയ്തു. പക്ഷേ ഭാവിയിൽ അത് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരിക്കലും ഡെബിറ്റ് സൈഡിൽ ബാഡ് ഡെറ്റ് ഇത് കാണിക്കരുത്. നേരെ ക്രെഡിറ്റ് സൈഡിൽ പോയിട്ട് എന്ത് ചെയ്യണം, സെപ്പറേറ്റ്ലി അത് കാണിക്കണം കേട്ടോ. ബീങ് ആൻ ഇൻകം ഓഫ് എക്സ്ട്രാ ഓർഡിനറി നാച്ചർ എന്ന രീതിയിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ഇനി ഡിപ്രീസിയേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞ ടൈമാണ്. എന്താണ്, നമ്മൾ അസറ്റിൻ്റെ വാല്യൂ
കാലം പോകുന്നവർ എന്താണ് വെയർ ആൻഡ് ടയർ വന്നിട്ടോ അല്ലെങ്കിൽ എന്താണ് ഫാഷൻസ് ഒബ്സലേറ്റ് ആവില്ല, ഇപ്പോൾ ഉള്ളൊരു ട്രെൻഡ് ആയിരിക്കില്ല നാളെ വരുന്ന ട്രെൻഡ് എന്ന് പറയുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ കാരണം അസറ്റിൻ്റെ വാല്യൂ ഡിപ്രീസ് ചെയ്തിട്ട്, അതായത് അസറ്റിന് തേയ്മാനം സംഭവിക്കും, അസറ്റിൻ്റെ വാല്യൂ കമ്മിയാവും, അതാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ വാല്യൂ കമ്മിയാവും പറഞ്ഞാൽ ഏത് നാച്ചുറൽ, ലോസ് നാച്ചുറാണോ പ്രോഫിറ്റ് നാച്ചുറാണോ? ലോസ് നാച്ചുറാണ്. അപ്പോൾ എന്ത് ചെയ്യും നമ്മളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലോട്ട് എഴുതാണ് ചെയ്യുക. ഓക്കെ, ദിസ് ഇസ് ദ ലോസ് ഓഫ് വാല്യൂ സസ്റ്റെയിൻഡ് ബൈ സർട്ടൻ അസറ്റ് ത്രൂ വെയർ ആൻഡ് ടയർ, etc. Example, plant and machinery, buildings, furniture, and fixtures. If the business is to be put on a sound financial basis, such loss must be estimated and charged against the profit before arriving at balance called net profit. Okay, ഇത്രയാണ് മോസ്റ്റ് കോമൺലി വരുന്ന. സോ കുറേ ഐറ്റംസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വന്ന് പഠിച്ചു. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം. ഇനി അതിനോട് കുറച്ച് അഡീഷണൽ പോയിൻറ്റ്സും കുറച്ച് പ്രോബ്ലംസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കുറച്ച് സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസും കൂടി പറഞ്ഞ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ത് ചെയ്യാം എന്ന് കൺക്ലൂഡ് ചെയ്യാം. എന്താണ് പറയുന്നത്? ദി എക്സ്പെൻസസ് വിച്ച് ആർ നോട്ട് റിലേറ്റഡ് ടു ബിസിനസ് ആർ നോട്ട് ഷോൺ ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരാത്ത ഒരു എക്സ്പെൻസും നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് കാണിക്കത്തില്ല. എന്തൊക്കെയാണ് എക്സാമ്പിൾസ് ആർ ദ പേഴ്സണൽ എക്സ്പെൻസസ് ഓഫ് ദ പ്രൊപ്രൈറ്റേഴ്സ്, ജസ്റ്റ് ഡൊമസ്റ്റിക് ആൻഡ് ഹൗസ് ഹോൾഡ് എക്സ്പെൻസസ് ഓഫ് ദ പ്രൊപ്രൈറ്റർ, ഇൻകം ടാക്സ് ആൻഡ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഓഫ് ദ പ്രൊപ്രൈറ്റർ, എക്സെട്ര. അതായത് പേഴ്സണൽ എക്സ്പെൻസസ് ഉണ്ടാവില്ലേ, അത് പ്രൊപ്രൈറ്ററിൻ്റെ പേഴ്സണൽ എക്സ്പെൻസ് ആയിട്ട് ഡൊമസ്റ്റിക് ആൻഡ് ഹൗസ് ഹോൾഡ് എക്സ്പെൻസസ്, ഇൻകം ടാക്സ് പേ ചെയ്ത്, ആൻഡ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഓഫ് ദ പ്രൊപ്രൈറ്റർക്ക് വേണ്ടിയുള്ള ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പേയ്മെൻറ്റ്, ഇതൊന്നും നമ്മൾ എന്തിൽ കാണിക്കില്ല? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കില്ല. അതെല്ലാം പേഴ്സണൽ എക്സ്പെൻസസ് ആണ്. ഇത് പിന്നെ എവിടെ കാണിക്കും? ദീസ് എക്സ്പെൻസസ് ആർ ക്ലാസിഫൈഡ് ആസ് ഡ്രോയിങ്സ് ബൈ ദ പ്രൊപ്രൈറ്റർ ആൻഡ് ഡിഡക്റ്റഡ് ഫ്രം ക്യാപിറ്റൽ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് ഇഫ് ദി ആർ പെയ്ഡ് ഔട്ട് ഓഫ് ബിസിനസ് ഫണ്ട്. ഇതെല്ലാം ബിസിനസ്സിൻ്റെ ഫണ്ടിൽ നിന്നാണ് എടുത്ത് പേ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലെ പ്രൊപ്രൈറ്ററുടെ ക്യാപിറ്റലിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തിട്ട് ഡ്രോയിങ്സ് എന്നിപ്പോൾ ഡിഡക്റ്റ് ചെയ്തിട്ട് കാണിക്കും. ഓക്കെ, then only revenue receipts and revenue expenses are shown in the trading and profit and loss account. Revenue receiptsഉം revenue expenseഉം മാത്രമാണ് trading and profit and loss accountൽ കാണിക്കുന്നത്. Capital receipt, capital gains, capital expenditure and capital losses are not shown in the trading and profit and loss account. Capital receiptsഉം capital gainsഉം capital expenditureഉം capital lossഉം ഒന്നും തന്നെ trading and profit and loss accountൽ നമ്മൾ കാണിക്കില്ല. That part of capital items that related to that accounting period only are shown. പിന്നെ ആ ക്യാപിറ്റൽ ഐറ്റത്തിൻ്റെ ആ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ വരുന്ന ആ ഒരു പാർട്ട് ഓഫ് ക്യാപിറ്റൽ ഐറ്റംസ് അല്ലേ അതാണ് കാണിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ ഡിപ്രിസിയേഷൻ ഫിക്സഡ് അസറ്റ്, ആ ഒരു ഫിക്സഡ് അസറ്റ് എന്താണ്? ഒരു ക്യാപിറ്റൽ ഇതാണ്. ഓക്കെ, അപ്പോൾ അതിന് വരുന്ന ഡിപ്രിസിയേഷൻ അത് ആ ഒരു ഇയറിലോട്ട് വരുന്ന ഡിപ്രിസിയേഷൻ ആണ്. അതുമാത്രം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് കാണിക്കും. പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് എന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ ട്രേഡിംഗ് അക്കൗണ്ടിലോ കാണിക്കില്ല. ബട്ട് ഡിപ്രിസിയേഷൻ ഈസ് എ റവന്യൂ ഐറ്റം. ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ റവന്യൂ ഐറ്റം ആ ഒരു ഇയറിൽ മാത്രം വരുന്നതാണ്. വിച്ച് റിലേറ്റ് ടു ദ യൂസ് ഓഫ് ഫിക്സഡ് അസറ്റ് ഇൻ ദ കറണ്ട് അക്കൗണ്ടിങ് പീരീഡ്. ആ കറണ്ട് അക്കൗണ്ടിങ് പീരീഡിൽ ആ ഒരു അസറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് വരുന്ന ഒരു റവന്യൂ ആയിട്ടുള്ള ഡിപ്രിസിയേഷൻ. പക്ഷെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഫിക്സഡ് അസറ്റോ അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അതിന് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കില്ല. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2018. ഇയർ നോക്കണ്ട, നമുക്ക് ക്വസ്റ്റ്യനിലെ ഐറ്റംസും ആൻഡ് ഹാവ് ടു പ്രിപ്പയർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് നമ്മുടെ ഒരു മെയിൻ ആയിട്ടുള്ള തിങ്ക് എന്ന് പറയുന്നത്. സോ നമുക്ക് ഓരോ പെർട്ടിക്കുലേഴ്സ് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഓരോന്നും എവിടെ വരിക നമുക്ക് ആദ്യം പറയാം. ഗ്രോസ് പ്രോഫിറ്റ് ആണ് കേട്ടോ. അതായത് ട്രേഡിംഗ് അക്കൗണ്ട് ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്ന ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഗ്രോസ് പ്രോഫിറ്റ് ഏത് സൈഡിലാണ് വരിക? പറയൂ, ഗ്രോസ് പ്രോഫിറ്റ് ഏത് സൈഡിലാണ് വരിക? എപ്പോഴാണ് ഗ്രോസ് പ്രോഫിറ്റ് വരിക അതെന്ന് പറഞ്ഞേ. ക്രെഡിറ്റ് സൈഡ് കൂടി ഡെബിറ്റ് സൈഡ് കമ്മിയാവുന്ന സമയത്താണ് ഗ്രോസ് പ്രോഫിറ്റ് വരിക. അപ്പം നമ്മൾ ഡെബിറ്റ് സൈഡിൽ ആ ബാലൻസ് ടു ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞതും, അപ്പോൾ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ടുള്ള ക്രെഡിറ്റ് സൈഡിലോട്ടാണ് ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതും. ഓക്കെ, ദെൻ ക്യാരേജ് ഔട്ട്വാർഡ് എന്താണ്? ഒരു സെല്ലിംഗ് എക്സ്പെൻസ് ആണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഏ സൈഡിലെ എക്സ്പെൻസസ് ഒക്കെ എവിടെയാണ്? ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ഓഫീസ് റെൻറ്റ് ഈ
ഈ ഡെബിറ്റ് സൈഡിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ അക്കൗണ്ടിൻ്റെയും ഡെബിറ്റ് സൈഡിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് എക്സ്പെൻസ് ആയിരിക്കും. അപ്പോൾ ഓഫീസ് റെൻറ്റും ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ഓഫീസ് സ്റ്റേഷനറിയും പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി എവിടെ കാണിക്കുക? ഞാൻ ഓൾറെഡി പറഞ്ഞു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് എവിടെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ. പിന്നെ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസസ്, അതായത് ഇത് ഓഫീസ് റെൻറ്റ് പെയ്ഡ് അല്ലെങ്കിൽ റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പെയ്ഡ് ആയിട്ട് കൂട്ടുക കേട്ടോ. പെയ്ഡ് ആണ്, അങ്ങനെ കൂട്ടുക എന്നുള്ളതാണ്. അഡ്വർടൈസ്മെൻറ്റ് ഇത് ഈ ക്വസ്റ്റ്യനിലെ കോളം ഡെബിറ്റ്സ് ആൻഡ് ക്രെഡിറ്റ്സ് നിങ്ങൾ നോക്കണ്ട. ഈ ഓഫീസ് റെൻ്റ് അതുപോലെ എന്തും പെയ്ഡും റിസീവ്ഡ് പറഞ്ഞിട്ടില്ലെങ്കിൽ പെയ്ഡ് ആയിട്ട് കണക്കാക്കുക എന്നല്ല. നമ്മൾ പ്രുഡൻസ് കോൺസെപ്റ്റ് പഠിച്ച ഓർമ്മയില്ലേ? പെയ്ഡ് ആയിട്ട് കണക്കാക്കുക. ഓക്കെ. ഇതിന് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസസ് എവിടെ കാണിക്കണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ബാഡ് ഡെപ്റ്റ് ഞാൻ പറഞ്ഞു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ഡിവിഡൻഡ് റിസീവ്ഡ് ആണെങ്കിൽ എടുത്തു പറയും. റിസീവ്ഡ് എന്ന് പറയാത്തൊക്കെ പെയ്ഡാണ്. റിസീവ്ഡ് ഇൻകം ആണ്. ഇൻകം എവിടെ കാണിക്കണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. പിന്നെ ഡിസ്കൗണ്ട് റിസീവ്ഡ്, അതും എന്താണ്? ഇൻകമാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സൈഡിൽ കാണിക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ഡിസ്കൗണ്ട് റിസീവ്ഡ് കാണിക്കുക. പിന്നെ റെൻറ്റ് റിസീവ്ഡും എന്താണ്? ഇൻകമാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. സോ നമുക്ക് ഓരോരോ ഐറ്റമായിട്ട് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യം എങ്ങനെ വരയ്ക്കണം? ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർമാറ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻറ്റഡ് എന്താണോ ഡേറ്റ്, ഇതിൽ പറഞ്ഞ ഡേറ്റ് എത്രയാണ്? 31 March 2008. ഓരോരോ ഐറ്റംസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ എന്താ തന്നിരിക്കുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ. അതെവിടെയാണ്? ഗ്രോസ് പ്രോഫിറ്റ് ആയതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ എന്താണ്? എമൗണ്ട് 1,50,000. ദെൻ ക്യാരേജ് ഔട്ട്വേർഡ്. സെക്കൻഡ്ലി ക്യാരേജ് ഔട്ട്വേർഡ്, അത് ഡെബിറ്റ് സൈഡിൽ ടു ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് പറഞ്ഞ എമൗണ്ട് എഴുതുക. ദെൻ ടു ഓഫീസ് റെൻറ്റ്, ദെൻ ടു ഓഫീസ് സ്റ്റേഷനറി, ടു ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്, ടു അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസസ്. ഇതൊക്കെ ഡെബിറ്റ് സൈഡിൽ വരുന്നതാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. ടു ബാഡ് ഡെബ്റ്റ്സ്. പിന്നെ ക്രെഡിറ്റ് സൈഡിലാണ് ഐറ്റംസ് വരുന്നത് ബൈ ഡിസ്കൗണ്ട് റിസീവ്ഡ്, ബൈ ഡിവിഡൻഡ് റിസീവ്ഡ്, ബൈ റെൻറ്റ് റിസീവ്ഡ്. ദെൻ ടോട്ടൽ ചെയ്യുക. ഇനി ഇതിലെങ്ങനെയാണ് ടോട്ടൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതലായിട്ട് വരുന്നതെങ്കിൽ എന്തായിരിക്കും? നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും. അത് ഡെബിറ്റ് സൈഡിൻ്റെ ബാലൻസ് നേരെ നെറ്റ് പ്രോഫിറ്റ് എന്നത്. നെറ്റ് പ്രോഫിറ്റ് എവിടേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക? ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ടാണ്. അപ്പോൾ ടു നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ബാലൻസ് എമൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ഇനി അല്ല, നെറ്റ് ലോസും വരാം. അതായത് ഡെബിറ്റ് സൈഡ് കൂടുന്നു, ക്രെഡിറ്റ് സൈഡ് കുറയുന്നു. ആ സമയത്ത് നെറ്റ് ലോസ് ആണ് വരിക. അപ്പോൾ അത് ക്രെഡിറ്റ് സൈഡിൽ പോയിട്ട് ബാലൻസ് എഴുതിയിട്ട് എന്ത് നമ്മൾ പറയണം? നെറ്റ് ലോസ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതി അതിൽ കാണിക്കണം. നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡ് 31 December 2017. ഓരോരോ ഐറ്റംസ് ആയിട്ട് എടുത്തിട്ട് അത് ഏത് സൈഡ് വരും എന്ന് നമുക്ക് നോക്കാം. ഇത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് എവിടെ എഴുതണം? ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ഫ്രൈറ്റ് ഔട്ട്വേർഡ്, അത് എക്സ്പെൻസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. പാക്കിംഗ് ചാർജസ് ഓൺ സെയിൽസ് ആണ്. സെയിൽസുമായി ബന്ധപ്പെട്ട് വന്നാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കണം. പാക്കിംഗ് ചാർജസ് എന്താണ്? ഡെബിറ്റ് സൈഡ് എക്സ്പെൻസ് ആണ്. സെയിൽസ്മാൻ കമ്മീഷൻ പെയ്ഡ് ആണ്. അതും എന്താണ്? എക്സ്പെൻസ് അല്ലേ? ലോസ് അല്ലെങ്കിൽ എക്സ്പെൻസ് അല്ലെങ്കിൽ ലോസ് എന്ന രീതിയിൽ കണക്കാക്കുക. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. പ്രൊമോഷണൽ എക്സ്പെൻസസ്, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ഓഫീസ് ടെലിഫോൺ എക്സ്പെൻസസ് കാണിക്കണം. ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ്, ഞാൻ നേരത്തെ പറഞ്ഞു ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ് എന്ത് ചെയ്യണം? ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ വേറെ അക്കൗണ്ടായിട്ട് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെവിടെ വരും? ക്രെഡിറ്റ് സൈഡിൽ വരും. ദെൻ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻകമാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ. ഫിനാൻഷ്യൽ ചാർജസ് എന്താണ്? എക്സ്പെൻസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ. റിപ്പയേഴ്സ് ഓൺ വെഹിക്കിൾസ് യൂസ്ഡ് ഇൻ ഓഫീസ്, റിപ്പയേഴ്സ് അവിടെ വരും. ഡെബിറ്റ് സൈഡിൽ വരും. ഡിപ്രിസിയേഷൻ ഓൺ വെഹിക്കിൾസ് യൂസ്ഡ് ഇൻ ഓഫീസ്, അതും ഡെബിറ്റ് സൈഡിൽ വരും. ഇൻട്രസ്റ്റ് പെയ്ഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരും. റെൻറ്റ് റിസീവ്ഡ് ഇൻകം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ വരും. ക്യാരേജ് ഇൻവേർഡ്സ് അത് എവിടെ എഴുതണം? ക്യാരേജ് ഇൻവേർഡ്സ് എവിടെ എഴുതുന്നുണ്ട്? ക്യാരേജ് ഇൻവേർഡ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡയറക്റ്റ് എക്സ്പെൻസ് ട്രേഡിംഗ് അക്കൗണ്ടാണ് കാണിക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലല്ല കാണിക്കുക. സോ ക്യാരേജ് ഇൻവേർഡ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എവിടെയും കാണിക്കാൻ പാടില്ല. ഇനി നോക്കൂ, ഓരോരോ ഐറ്റം അതിലോട്ട് എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്യുക. ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഓൺ, ദെൻ ടു ഫ്രൈറ്റ് ഔട്ട്വേർഡ്, ടു പാക്കിംഗ് ചാർജസ്, ടു സെയിൽസ്മാൻ കമ്മീഷൻ, ടു പ്രൊമോഷണൽ എക്സ്പെൻസ്, ടു ഓഫീസ് ടെലിഫോൺ എക്സ്പെൻസ്, ബൈ ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ്, ബൈ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ടു ഫിനാൻഷ്യൽ ചാർജസ്, ടു റിപ്പയേഴ്സ് ഓൺ വെഹിക്കിൾസ്, ടു ഡിപ്രീസിയേഷൻ ആൻഡ് ടു ഇൻട്രസ്റ്റ് പെയ്ഡ്, ബൈ റെൻറ്റ് റിസീവ്ഡ്. ബാലൻസ് ചെയ്യുക. ഇവിടെ നോക്കി, ഇവിടെ
ബാലൻസ് എന്ന് പറയുമ്പോൾ രണ്ട് സൈഡും ഈക്വൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റും ഇല്ല, നെറ്റ് ലോസും ഇല്ല കേട്ടോ. ക്യാരേജ് ഇൻവേർഡ് എന്ത് ചെയ്യില്ല, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതില്ല. യെസ്, ഇറ്റ്സ് എ ഡയറക്റ്റ് എക്സ്പെൻസ് വിച്ച് ഈസ് ഷോൺ ഓൺ ട്രേഡിംഗ് അക്കൗണ്ട്. ഇനി ഒന്നുകൂടി നമുക്ക് ചെയ്യാം. ഫ്രം ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡ് 31st December 2017. സോ പെർട്ടിക്കുലേഴ്സ് നോക്കൂ. ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് എവിടെ കാണിക്കണം? ഗ്രോസ് പ്രോഫിറ്റ് എവിടെ കാണിക്കേണ്ടത് പറയൂ? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ട്രേഡ് എക്സ്പെൻസസ് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ക്യാരേജ് ഓൺ സെയിൽസ്, ദാറ്റ് മീൻസ് ക്യാരേജ് ഔട്ട്വേർഡ്, സെയിൽസുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് കൂടെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ഓഫീസ് സാലറീസ് ഡെബിറ്റ് സൈഡ്. പോസ്റ്റേജ് ഇവിടെ കാണിക്കണം എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കാൻ പറഞ്ഞു. ദെൻ ലീഗൽ ചാർജസ് എവിടെയാണ് കാണിക്കേണ്ടത്? ലീഗൽ ചാർജസ് ഡെബിറ്റ് സൈഡിൽ, കാരണം എക്സ്പെൻസ് ആണ്, ലോസ് ആണ്. ഓഡിറ്റ് ഫീസ് എക്സ്പെൻസ് അല്ലെങ്കിൽ ലോസ് ആണ്, ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ഡൊണേഷൻ ഗീവൻ, പോയി ഡൊണേഷൻ്റെ കയ്യിൽ നിന്ന് പോവാണ്, ലോസ് ആണ്, എന്താണ്, ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. സെൻട്രി എക്സ്പെൻസസ് ഒക്കെ എവിടെ കാണിക്കാനാണ് പറഞ്ഞു? ഞാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കാനാണ് പറഞ്ഞത്. ഡിസ്കൗണ്ട് അലൗഡ് ആണ്, നമ്മളൊരാൾക്ക് ഡിസ്കൗണ്ട് കൊടുത്തിരിക്കണം, അപ്പോൾ നമ്മളത് ലോസായി കണക്കാക്കിക്കൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ഓഫീസ് ലൈറ്റിംഗ് നമ്മളത് പോകുന്ന എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. കമ്മീഷൻ റിസീവ്ഡ് ഇൻകം ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇൻട്രസ്റ്റ് പെയ്ഡ്, ഒന്നും പണ്ടില്ല, പെയ്ഡോ റിസീവ്ഡോ പണ്ടില്ല, അപ്പോൾ നമ്മൾ പെയ്ഡ് എടുക്കുക, ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. സ്റ്റേഷനറി പ്രിൻറ്റിങ് സ്റ്റേഷനറി എവിടെ കാണിക്കാനാണ് ഞാൻ പറഞ്ഞത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കാനാണ് പറഞ്ഞത്. എക്സ്പോർട്ട് ഡ്യൂട്ടി ഓൺ സെയിൽസ് അവിടെ കാണിക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. മിസ്ലേനിയസ് റെസിപ്റ്റ്സ് എല്ലാം ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ട്രാവലിംഗ് എക്സ്പെൻസസ് എവിടെ കാണിക്കുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. സെല്ലിംഗ് എക്സ്പെൻസസ് എവിടെയാണ്? എക്സ്പെൻസ് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. സോ എല്ലാം എടുത്തെഴുതാണ്ട്. ടു ട്രേഡ് എക്സ്പെൻസ്, ക്യാരേജ് ഓൺ സെയിൽസ്, ഓഫീസ് സാലറീസ്, പോസ്റ്റേജ്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അപ്പോൾ ഒരു ഇൻട്രസ്റ്റ്, റെൻറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങൾ എന്നിട്ട് പെയ്ഡ് എന്നും പറഞ്ഞിട്ടില്ല, റിസീവ്ഡ് എന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പെയ്ഡായിട്ട് കണക്കാക്കിക്കൊണ്ട് എഴുതാം. പിന്നെ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വരുമ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് ഇടയിൽ കയറി തരും, അതെന്ത് ചെയ്യാതിരിക്കുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് പോസ്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ പേഴ്സണൽ എക്സ്പെൻസസ് ചെയ്യും, അതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് പോസ്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് പഠിക്കാം. ഇപ്പോൾ ഇത് ഇത്രയും നിങ്ങൾ പഠിക്കണം. ഇതിൽ വരുന്ന ഐറ്റംസ്, റൂൾസ് ആൻഡ് ഹാവ് ടു പ്രിപ്പയർ എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് നിങ്ങൾ പഠിക്കണം. ഓക്കെ, പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് എടുത്തു പറഞ്ഞു തരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും മറിച്ച് തിയറി ഒറ്റ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ ആപ്ലിക്കേഷൻ ലെവലോട്ട് നമ്മൾ നോളജ് വളർത്തുമ്പോൾ ഒരു കാലത്ത് നമുക്കത് മറന്നു പോവില്ല. എപ്പോഴും ഇങ്ങനെ വായിച്ചു പഠിക്കുന്നതിനേക്കാളും ഒരു ആപ്ലിക്കേഷൻ ലെവലിലോട്ട് നമ്മൾ എന്ത് പഠിക്കുമ്പോഴും ഹൗ ടു അപ്ലൈ ദാറ്റ് നോളജ് എന്ന രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് മറന്നു പോവില്ല. ഓക്കെ, താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.